എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രകാശ് എന്നാണ്. ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പിയുടെ ഫൗണ്ടർ ആയിരിക്കുന്ന ഏകദേശം 1000 ഏക്കർ സ്ഥലം ഇരിക്കുന്ന കോടിക്കണക്കിന് പൈസ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന CJ റോയ് സാറിനെ കുറിച്ചാണ്. ജനുവരി 30-ാം തീയതിയാണ് CJ റോയ് സാർ മരിച്ചു പോയിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, ന്യൂസിലും പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സും CJ റോയ് സാറിനെ കുറിച്ച് സംസാരിച്ചിരിക്കുവാണ്. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ മനസ്സിലായത് ഇത് വന്നിട്ട് ഒരു എന്നാണ്. ആദ്യമായി ന്യൂസ് കേട്ടപ്പോൾ റോയ് സാറിനെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഷോക്കായി കാണും. എന്തിനാ എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചായിരുന്നു ഒരുപാട് ഉയർന്ന നിലയിൽ എത്തിണ്ടായത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു തോട്ട് എന്തുവാ എന്ന് വെച്ചാൽ റോയ് സാർ വന്നിട്ട് ഒരിക്കലും ചെയ്യാൻ സാധ്യമല്ല എന്നാണ്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായി ഫൈനൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വന്നിട്ടില്ല. അതിന് മുന്നേ ഞങ്ങൾക്ക് ഇത് തന്നെ ആയിരിക്കും എന്ന് കൺക്ലൂഷൻ പറയാൻ പറ്റത്തില്ല. എപ്പോൾ റിപ്പോർട്ട് വരും അതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്ക് ശരിക്കുള്ള കാരണം എന്തുവാ എന്ന് മനസ്സിലാവുന്നത്. എന്തിനാ എന്ന് വെച്ചാൽ ഇത് ഹൈലി സെൻസിറ്റീവ് ആയിരിക്കുന്ന കേസാണ്. ഇനി റോയ് സാറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് ആളുകളെ അറിയപ്പെട്ട ബിസിനസ്മാനിൽ ഒരാളാണ്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആൻഡ് ഫൗണ്ടർ ആയിരുന്നു. മേജറായി ഫോക്കസ് ചെയ്തിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തന്നെയായിരുന്നു. അതിൽ തന്നെ ഒരുപാട് സക്സസ് ആയിരുന്നു. ബിസിനസ് മാത്രമല്ലാതെ ഒരുപാട് മൂവിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റിയാലിറ്റി ഷോ ആയിരിക്കുന്ന ബിഗ് ബോസിലും കൂടി ഫസ്റ്റ് പ്ലേസിന് 50 ലക്ഷം രൂപ വരെ സ്പോൺസർ ചെയ്തിരിക്കുക എന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. അതല്ലാതെ ഒരുപാട് ചാരിറ്റി കൊടുത്തിരിക്കുവാണ്, സ്കോളർഷിപ്പ് കൊടുത്തിരിക്കുവാണ്, കേരളയിൽ ഫ്ലഡ് സംഭവിച്ചപ്പോൾ സഹായധനം കൊടുത്തിരിക്കുവാണ്. അതല്ലാതെ ഒരുപാട് വീട് വെച്ച് കൊടുത്തിരിക്കുവാണ്. റോയ് സാർ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആക്റ്റീവ് ആയിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ 1.3 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. ഇനി റോയ് സാർ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന റീൽസ് കാണുവാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും കേരള, കർണാടക, ദുബായിലാണ് റോയ് സാർ ഒരുപാട് സമയം ചെലവ് ചെയ്തിരിക്കുന്നത് എന്നാണ്. ഇനി ജനറലായി നോക്കുവാണെങ്കിൽ ബിസിനസ്മാനും പിന്നെ ബില്യനറും സോഷ്യൽ ഇൻറ്ററാക്ഷനും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്റ്റീവ് ആയിരിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന കുറവാണ്. എന്നാൽ റോയ് സാർ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആക്റ്റീവ് ആയിരുന്നു. ഇനി റോയ് സാർ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന റീൽസ് കാണുവാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായി റോയ് സാർ വന്നിട്ട് ഒരു ലക്സുറിയസ് ആയിരിക്കുന്ന ഒരു ലൈഫായിരുന്നു അനുഭവിച്ചുകൊണ്ടായത്. ഇതിനൊക്കെ സൈഡിൽ എടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ റോയ് സാറുടെ സഹായത്തിനാൽ ഇന്ന് ഒരുപാട് ആളുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ആളുകൾ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനുവരി 30-ന് ബംഗളൂരിൽ ഇരിക്കുന്ന ഓഫീസിൽ സ്വന്തം ലൈസൻസ്ഡ് ഗണ്ണെടുത്ത് വെടിവെച്ച് ചെയ്തിരിക്കുക എന്ന് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പറയുന്നത്. അതേ സമയത്ത് റോയ് സാറുടെ ഓഫീസിൽ കണ്ടിന്യൂസ് ആയി 3 ദിവസം റെയ്ഡ് നടന്നിട്ടുണ്ടായി. 28, 29, 30 ആയിരുന്നു. ഇവിടെയാണ് എല്ലാവർക്കും സംശയം ഇരിക്കുന്നത്. എന്തിനാ എന്ന് വെച്ചാൽ IT റൈഡ് ചെയ്യാൻ വന്ന ആളുകൾ ബൗണ്ടറിനെ ക്രോസ് ചെയ്ത് എന്തെങ്കിലും ചെയ്തോ എന്നാണ്. ഫൈനൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വന്ന ശേഷമാണ് ഞങ്ങൾക്ക് ശരിക്കും എന്തുവാ സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നത്. ഇനി റോയ് സാറുടെ ബ്രദർ പറഞ്ഞത് പ്രകാരം IT ഡിപ്പാർട്ട്മെന്റുടെ സൈഡിൽ നിന്ന് ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു എന്നാണ്. ഇനി IT റൈഡ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. നമ്പർ 1, ഒരിക്കൽ വീടിന്റെ അകത്ത് റൈഡ് തുടങ്ങിയ ശേഷം വീടിന്റെ അകത്തിരിക്കുന്ന ആളുകളെ പുറത്തോട്ട് പോവാനും പുറത്തുനിന്ന് അകത്തോട്ട് വരാൻ ആരെയും സമ്മതിക്കത്തില്ല. വീടിന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ജോലിയെ സ്റ്റോപ്പ് ചെയ്ത് എല്ലാവരെയും ഒരിടത്ത് കൊണ്ടുവരും. ഇനി മെയിനായിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ഫോണ്, എന്തെങ്കിലും ഡിവൈസസ് അത് വന്നിട്ട് ഇൻഫർമേഷനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയായിരിക്കും ആദ്യം അവർ കളക്ട് ചെയ്ത് വെക്കുന്നത്. ഇനി റൈഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും ശ്രദ്ധ ആ മെയിൻ പേഴ്സന്റെ മുകളിലായിരിക്കും. നമ്പർ 2, ഇവിടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യം എന്തുവാ എന്ന് വെച്ചാൽ അതെങ്ങനെയാണ് എല്ലാവരും അവിടെ ഇരിക്കുമ്പോൾ ഗണ്ണെടുത്തിട്ട് ചെയ്തു എന്നാണ്. നോർമലായി നോക്കുവാണെങ്കിൽ ഇതുപോലെ ഇരിക്കുന്ന മെറ്റീരിയൽസിനെ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് പതിവ്. നമ്പർ 3, ഒരുപാട് കോടിക്കണക്കിന് പൈസ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കഷ്ടങ്ങളെ സഹിച്ച് ഇത്രയോ മുകളിൽ വന്നിരിക്കുന്ന റോയ് സാറിന് ഒരു IT റൈഡ് ചെയ്തു എന്ന് വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഒരു ചോദ്യം. ഇനി ഇതിനൊക്കെ ഇൻവെസ്റ്റിഗേഷനുടെ ഫൈനൽ റിപ്പോർട്ട് വന്ന ശേഷമാണ് ഞങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നത്. ഇനി മറ്റൊരു പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ 3 ദിവസത്തെ കണ്ടിന്യൂസ് റൈഡ് നടന്നുകൊണ്ട് IT ഓഫീസേഴ്സ് പേഴ്സണലായി ബൗണ്ടറി ക്രോസ് ചെയ്ത് ടാർഗറ്റ് ചെയ്തോ എന്ന് ഒരു ക്വസ്റ്റ്യന് ഞങ്ങളുടെ മനസ്സിൽ വരും. അങ്ങനെ വല്ലതും നടന്നാൽ അതൊരു കസ്റ്റോഡിയൽ ഡെത്തായി മാറും. ശരിക്കും എന്തുവാ സംഭവിച്ചതെന്ന് അറിയാൻ ഫൈനൽ റിപ്പോർട്ട് വരുന്നവരെ കാത്തിരിക്കേണ്ടതാണ്. ഇനി സിമിലർ കേസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കെഫെ കോഫി ഡേയുടെ ഫൗണ്ടർ ആയിരിക്കുന്ന VG സിദ്ധാർത്ഥ് സർ 2019-ൽ കാണാതെയാവും. കുറച്ച് ദിവസത്തിന്റെ ശേഷം അവരുടെ മൃതദേഹം കർണാടകയിൽ ഇരിക്കുന്ന നേത്രാവതി റിവറുടെ സൈഡിൽ കാണാൻ സാധിക്കും. ഇനി ചില റിപ്പോർട്ടിൽ പറഞ്ഞത് പ്രകാരം കെഫെ കോഫി ഡേയുടെ മുകളിൽ
IT ഡിപ്പാർട്ട്മെന്റുടെ പ്രഷർ ഉണ്ടായി എന്നാണ്. ഇതുവരെയായി ശരിക്കും എന്തുവാ സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. ഇനി മെന്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുവാണ്. ഇനി ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് കോടിക്കണക്കിന് പൈസ ഉണ്ടെങ്കിലും കൂടി ഞങ്ങൾക്ക് ഈ രണ്ട് സാധനത്തിന് മേടിക്കാൻ പറ്റത്തില്ല. ഒന്ന് ഹെൽത്ത് ആണ്, മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും വരും. ഇവിടെ പൈസ ചെലവ് ചെയ്ത് ബെറ്റർ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും. രണ്ടാമത്തത് ബന്ധമാണ്, എന്ന് വെച്ചാൽ സ്നേഹം എന്ന് കൂടി പറയാം. സ്നേഹത്തിന് പൈസ കൊടുത്തിട്ട് മേടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ മേടിക്കുന്നുണ്ടെങ്കിൽ അത് ടെമ്പററി ആയിരിക്കും. നിങ്ങളുടെ പൈസ തീരുമ്പോൾ അതും തീരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും മെന്റൽ ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, പിന്നെ സൂസൈഡ് തോട്ട് വരുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സഹായം എടുക്കുക. നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ സഹായം ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി.